യെസ്, അങ്ങനെ വാർത്തകൾ വിശദമാകുമ്പോൾ നമ്മൾ ഇന്നലെ ആറളത്തുണ്ടായ കാട്ടാന ആക്രമണം, 2 ദമ്പതികളാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമൊക്കെ നടന്നിരുന്നു. അപ്പോൾ വനം മന്ത്രി അടക്കം അവർക്ക് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാമെന്നുള്ള ഉറപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട കണ്ണൂർ ആറളം ഫാമിൽ വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. രാവിലെ ജില്ലാ കലക്ടറും ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രതിഷേധത്തിനൊടുവിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് മാറ്റിയ ദമ്പതികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ ബന്ധുക്കൾക്ക് കൈമാറും. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ആറളം പഞ്ചായത്തിൽ ഇന്ന് UDF-ഉം BJP-യും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സുനിൽ ഐസക് ഉണ്ട് വിവരങ്ങൾ നൽകാനായി കണ്ണൂരിൽ നിന്ന്. സുനിൽ, ഇന്നലെ നടന്ന പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉച്ചയോട് തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അപ്പോൾ ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിരവധി ജീവൻ പൊലിയുന്ന വാർത്തകളാണ് നമ്മൾ ഈ അടുത്തിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആറളത്തുനിന്ന് വരുന്നത് വ്യത്യസ്തമായ വാർത്തകളല്ല. ഇന്നിപ്പോൾ സർവകക്ഷി യോഗം, ഒപ്പം തന്നെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകുമോ? യെസ്, സുനിൽ ഐസക്കിലേക്ക് വരാം. കണ്ണൂർ ആറളം ഫാമിലാണ് ദമ്പതികൾ കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. വെള്ളിയും ഭാര്യ ലീലയുമാണ് മരിച്ചത്. അതിനുശേഷം ഇന്നലെ സ്ഥലത്ത് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് സർവകക്ഷി യോഗം ചേരുന്നത്. വനം മന്ത്രിയുടെ അധ്യക്ഷതയിലൊപ്പം തന്നെ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇത്തരം സംസ്ഥാനത്ത് നിന്ന് നിരന്തരം പല ഭാഗങ്ങളിൽ നിന്നും വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാകുന്ന വാർത്തകൾ, അതിൽ ആളുകളുടെ ജീവൻ പൊലിയുന്ന വാർത്തകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം പ്രശ്നങ്ങളെ ഗൗരവത്തോടെ കാണേണ്ടത്. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പണം നൽകിയാൽ ആ ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്താണ് ഒരു ശാശ്വത പരിഹാരം എന്ന നിശ്ചയമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരും വനം വകുപ്പും ഒക്കെ ഉള്ളത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, ഇന്നിപ്പോൾ സർവകക്ഷി യോഗം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ മറ്റ് യോഗങ്ങളുമുണ്ട്. ഇതിൽ കുടുംബത്തിന്റെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഇന്നുണ്ടാകുമോ? ആറളം ഫാം 13-ാം ബ്ലോക്കിലാണ് ഞാനുള്ളത്. ഇവിടെ തൊട്ടപ്പുറത്താണ് ദമ്പതികളെ കാട്ടാന അതിക്രൂരമായി ചവിട്ടിയരച്ച് കൊലപ്പെടുത്തിയ വലിയ മേഖലയാണിത്. നമുക്കറിയാം, നോക്കൂ, നൂറുകണക്കിന് മനുഷ്യർ താമസിക്കുന്ന പുനരധിവാസ മേഖലയാണിത്. ഈ മേഖലയിലേക്കാണ് കാട്ടാനയെത്തി നിരവധി ആളുകളുടെ ജീവൻ കവർന്നെടുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവുന്നത്. അതായത് ഈ ഫാം പുനരധിവാസത്തിന് ആദിവാസികൾക്ക് വിട്ടുകൊടുത്തതിന് ശേഷം 17 മനുഷ്യരാണ് ഏറ്റവും വകവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ ഭാഗത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം അലയടിച്ചുയരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. രാത്രി 12:30 വരെ ഇവരുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ സമ്മതിക്കാതെ ആളുകൾ മൃതദേഹം ഇവിടെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഒന്നിവിടം വരെ വരുമോ? വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഇന്നലെ സബ് കളക്ടർ സ്ഥലത്തേക്ക് എത്തുന്നു. സബ് കളക്ടർ സ്ഥലത്തെത്തിയതിനു ശേഷമാണ് ജനങ്ങളുമായി, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളുമായി സംസാരിക്കുന്നു. അതിനൊക്കെ ശേഷമാണ് ഇവിടെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ പോലും അനുവദിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ മനുഷ്യർ ഇപ്പോഴും അതിൻ്റെ ഒരു ഭീതിയിലാണ്, നടുക്കത്തിലാണ് ഒക്കെ ഉള്ളത്. കാട്ടാന തൊട്ടടുത്തെത്തി 2 പേരെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? ഇവിടുത്തെ ജീവിതം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ വിഷമത്തിൽ തന്നെയാണ്. കാട് ഇവിടെ താമസമില്ല, ആനശല്യം, മൃഗത്തിൻ്റെ ശല്യം, അതുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ബുദ്ധിമുട്ടാണ്. മരണം സംഭവിക്കുന്നു. അങ്ങനെയൊക്കെ ഞങ്ങളെ കാര്യങ്ങൾ. ആരും ഈ ആന ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളെ വീടിന്റെ മുറ്റത്ത് വന്ന് ആന നിന്നു. നമ്മൾ ഓടിച്ചു. പിന്നെ ആന തിരിഞ്ഞു വന്നു. നമ്മൾ മാറി നിന്നു. പിന്നെ ഇന്നലത്തെ കാര്യം, പിന്നെ എൻ്റെ അച്ഛനും പോയി. അതുങ്ങളോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു പോയതെന്ന് ചിന്തന് നമ്മളാരില്ലായിരുന്നു. നമ്മളെല്ലാം പാടിക്ക് പോയത് തന്നെ. നിങ്ങൾ പോയി. അതുകൊണ്ട് എനിക്ക് ഒത്തിരി വലിയ സങ്കടം. എനിക്ക് ഭയങ്കര വിഷമായി പോയതുകൊണ്ട് ആനേനെ നടിയുന്ന എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. എന്നാലും അവർ പോർട്ടുകാർ വന്നാലും നമ്മളോട് ചോദിക്കും ആനനെ
അവരല്ലെങ്കിൽ പുറത്തിറങ്ങി അങ്ങോട്ടൊന്നും ലൈറ്റ് അടിക്കില്ല. നമ്മളോട് വന്ന് ചോദിക്കും ആന എവിടെയാണ് നിന്ന് എവിടെയാ പോയെന്നത്. നമുക്കിപ്പോൾ അറിയുമോ ആന എവിടെയാണ് നിന്ന് പോയെന്ന്? നമുക്കറിയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് ആനനെ അവരോട് അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് മാറ്റിച്ച് വേറെ ആരെങ്കിലും അറിയുന്നവരാരെങ്കിലും അവർക്ക് എന്തിനും ഇത്ര വലിയ കെട്ടിടമെല്ലാം കെട്ടിക്കൊടുത്തേ. എന്നാൽ പാവങ്ങൾക്ക് അങ്ങനെ അതുപോലത്തെ കെട്ടിടമെല്ലാം കെട്ടി തരുവാണെങ്കിൽ പാവങ്ങൾ അവിടെ ഇരിക്കൂലേ? ഈ RRT സംഘത്തെ കൊണ്ട് ഒരു ഗുണമില്ലേ? ഇല്ല, ഒരു ഗുണമില്ല. ഒരേക്കർ സ്ഥലത്ത് അന്നൊന്ന് മാത്രമേ വിറ്റുള്ളൂ. ഇതെല്ലാം നമ്മൾ കൊത്തിപ്പറിച്ചുണ്ടാക്കിയത് ഇതൊന്ന് തിന്നാനും പിടിക്കാനൊന്നും ആന വിടൂല. ഇവിടെ വരെ ആന, വീടിൻ്റെ മുറ്റ വരെ ആന വരും, അറിയാം. പിന്നെ അങ്ങനെ നമ്മൾ ജീവിക്കുക. ഇന്നലെ ഈ കൊല്ലപ്പെട്ട ആളുകൾ നിങ്ങൾ അറിയാവുന്ന ആളുകളല്ലേ? നമ്മളെ അച്ഛനും അമ്മയാണ്. ഞങ്ങളെ അച്ഛനും അമ്മയാണ്. എന്റെ ഭർത്താവ് ഇത് എന്റെ അച്ഛനും അമ്മയാണ് ഞങ്ങളെ. അതെയോ? സ്വന്തം എന്റെ അച്ഛനും അമ്മയത്. എന്റെ അച്ഛനും അമ്മയത്. അത് ഒരാങ്ങളിന് അവിടെ നിപ്പുണ്ട്, ഒരാങ്ങളിന് അവിടെ ഉണ്ട്. 4 പേരുണ്ട് അച്ഛനും അമ്മയും. ഞങ്ങൾ 4 മക്കൾ, ഒരു പെണ്ണും 3 ആണും. ഇന്നലെയാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അവരിന്നലെ അവരെ വീടങ്ങ് അക്കര അതുങ്ങൾ വിറകിന് വന്നതാ. ഞാൻ പറഞ്ഞതാ പോകണ്ടെന്ന്. ആനയുണ്ട്, 10-15 ആനയുണ്ട് എന്ന്. അപ്പൊ അതുങ്ങൾ പറഞ്ഞു ആനയല്ല പോയിക്കൊള്ളും. ആന നിൽക്കുന്നത് അതുങ്ങൾ കണ്ടിച്ചില്ല. ആന തിരിഞ്ഞു വന്നതാ. അതുങ്ങൾ ഓടിയല്ല നോക്കി. നമുക്കങ്ങനെ പെട്ടെന്ന് ഓടിപ്പോകാൻ പറ്റൂലല്ലോ. മോളെ കുട്ടിയായിപ്പോയി കയ്യിൽ, അതുകൊണ്ടാണ് പോകാൻ പറ്റാന്ന്. രാത്രിക്കൊന്നും കാണാൻ ആരും വിട്ടിച്ചില്ല. ഞാൻ പറഞ്ഞൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വരെ ആൾക്കാരും അങ്ങോട്ട് കടക്കാൻ വിട്ടിച്ചില്ല. എപ്പോഴത്തേക്ക് പരിഹാരത്തൊന്ന് കൊണ്ടുവരാൻ പറ്റുമെന്നാ പറഞ്ഞേ? 7 മണിയാകുമ്പോ കൊണ്ടുവരാൻ. ഇങ്ങോട്ടൊന്ന് വരൂ. എത്ര മണിക്കാണ് കൊണ്ടുവരാന്നാണ് പറഞ്ഞത്? അത് ഒന്നും പറഞ്ഞിട്ടില്ല. പോയവരെയോട് ചോദിക്കണം. മേലെ എവിടെയാ സംസ്കാരമൊക്കെ എവിടെയാണ് തീരുമാനം? അത് അങ്ങ് അപ്പുറത്തെ ഇവിടെ തന്നെ ഫോമിൽ ബ്ലോക്കിൽ തന്നെ അല്ലേ? അവരുടെ സ്ഥലമുണ്ട്, സ്ഥലത്ത് തന്നെ അടക്കും. പിന്നെ ഇവര് അവരോട് പറഞ്ഞത് 10 മണിയാകുമ്പോൾ അവിടെ പോകാനാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാ പറഞ്ഞല്ലേ? ഓക്കെ. ജിൽസി, ഇത് പിന്നെ ഒരുപക്ഷെ നമ്മൾ വരുന്ന സമയത്ത് അത് അങ്ങനെ നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ വന്നിറങ്ങിയതിന് ശേഷമാണ് അവർ മകളാണ് എന്ന് മനസ്സിലാവുന്നത്. എന്തായാലും വലിയ സങ്കടകരമായ കാഴ്ചകളാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. കാരണം നോക്കൂ, ഇവിടെ തൊട്ടടുത്ത് എന്തായാലും ഇപ്പോൾ സംസാരിച്ചിരുന്നത് മരിച്ച ലീലയുടെയും വെള്ളിയുടെയും മകനും മകളുമാണ്. അവർ പറയുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെ പോകാറുണ്ട്, പക്ഷേ ആന സ്ഥിരമായി ഉണ്ടാകുന്ന പ്രദേശമാണെങ്കിലും ഒരുപക്ഷെ അവർ സ്ഥിരം ആനയെ കാണുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ എത്തുമ്പോഴേക്കും അത് പൊയ്ക്കോളും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവിടെ ശേഖരിക്കാനായിട്ട് കാട്ടിലേക്ക് കയറിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ആറളം ഫാമിലേക്ക് കയറിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സങ്കടകരമായ അവസ്ഥയാണ് അവരുടേത്. പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അതിർത്തി മേഖലയിൽ ജീവിക്കുകയല്ലാതെ മറ്റു വഴികളില്ല. അപ്പോൾ ഇത്തരം വന്യമൃഗങ്ങളെ എങ്ങനെയാണ് നേരിടുക, അല്ലെങ്കിൽ ഈ സംഘർഷത്തിൽ നിന്ന് എങ്ങനെയാണ് അവരെ രക്ഷിക്കേണ്ടത്, അവരെ സംരക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ സർക്കാരാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. സുനിൽ, വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഇപ്പോൾ സംസാരിച്ചപ്പോൾ സുനിലിനെ പോലെ തന്നെ ഞാനും അവർ അച്ഛനും അമ്മയുമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ഞെട്ടിയിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അവർ മക്കളാണ് എന്നുള്ളത്. എന്തായാലും അവരുടെ അവസ്ഥയൊക്കെ ദയനീയമാണ്. മാത്രമല്ല ഇപ്പോൾ 2 പേർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനിയുള്ള ആളുകൾക്ക് കൂടെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ജീവിക്കേണ്ടത്. അവരും ഇത്തരം അവസ്ഥകളെ നിരന്തരമായി നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ജീവനും ഭീഷണിയാകുന്ന തരത്തിൽ ഈ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക അവിടെ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം നമുക്ക് ഒരിക്കലും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം. ജിൽസി, തീർച്ചയായും ആറളത്തെ ഈ പുനരധിവാസത്തിന്റെ ചരിത്രം തുടങ്ങുമ്പോൾ മുതൽ ആറളത്തെ ഈ പുനരധിവാസ മേഖലയിലെ മനുഷ്യർ അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ വന്യമൃഗശല്യം തന്നെയായിരുന്നു. അതായത് ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയിൽ ഏതാണ്ട് 17 ആദിവാസികൾക്കാണ് ഇവിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പോഴൊക്കെ ഓരോ ആളുകൾ മരിക്കുമ്പോഴും സർക്കാർ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ, പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. ആനമതിൽ, റെയിൽ ഫെൻസിലിംഗ് അടക്കമുള്ള അനവധിയായ വാഗ്ദാനങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഇതൊന്നും പൂർത്തിയാവാത്ത സാഹചര്യമുണ്ട്. പലവട്ടം പല മന്ത്രിമാർ, പല ഭരണകർത്താക്കൾ ഇവിടെയൊക്കെ വന്ന്
പോയി. അവരൊക്കെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകി പോയതാണ്. പക്ഷെ ഇതൊന്നും ഇപ്പോഴും പൂർണ്ണ അർത്ഥത്തിൽ ഇത് ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്നതിൻ്റെ ദുരന്ത ഫലമാണ്, തിക്തഫലമാണ് ഇവർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുശേഷം മൃതദേഹം ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ആർളം ഫാം 13-ാം ബ്ലോക്കിലേക്ക് തന്നെ കൊണ്ടുവരും. അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുക. ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. 10 മണിയോടുകൂടി കണ്ണൂർ ജില്ലാ കളക്ടർ ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ളൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ ഈ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച്, ഒപ്പം ഈ റെയിൽ ഫെൻസിലിംഗുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ ചർച്ചയായി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 3:10 മന്ത്രി വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഇവിടെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിൽ മറ്റ് കാര്യങ്ങൾ, അതായത് നാട്ടുകാരുടെ പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം അവരുടെ ആവശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് മന്ത്രിയും പറയുന്നത്. എന്തായാലും ഈ യോഗത്തിൽ മന്ത്രി എത്തുമ്പോൾ തന്നെ മന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. കാരണം ആർളം പഞ്ചായത്തിൽ നിന്ന് BJP UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് പൂർണ്ണമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നലെ ആദ്യം BJP ആണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. തുടർന്ന് രാത്രിയോടുകൂടി UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. തുടർച്ചയായി വലിയ തോതിൽ ഇത്തരത്തിൽ ആദിവാസികളുടെ ജീവൻ നഷ്ടമാവുന്നതിനെതിരെ വിവിധ ആദിവാസി സംഘടനകൾ അടക്കമുള്ളവരും ഇന്ന് പ്രതിഷേധം ദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ മന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടേക്ക് എത്തുമെന്ന് അറിയിക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വിട്ടുകൊടുക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏതാണ്ട് ഒരു 10-12 മണിയോടുകൂടി മൃതദേഹം ഇവിടെ 13-ാം ബ്ലോക്കിലേക്ക് എത്തും. സംസ്കാര ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.